നമ്മൾ ഒരു വലിയ ജയത്തിൻ്റെ ആവേശത്തിലാണ്. അതെ. പക്ഷേ ആവേശകരമായ ഒരു മത്സരമൊന്നും ആയിരുന്നില്ല. പക്ഷേ പാകിസ്ഥാനെ തോപ്പിച്ചുകൊണ്ട് നമുക്ക് ആവേശമുണ്ട്. ഒരു കേക്ക് വാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മത്സരത്തിന് ശേഷം സംസാരിച്ച ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ് ദിസ് ഈസ് ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒത്തിരി വെല്ലുവിളികളൊക്കെ നടത്തി. ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നു. ഇന്ത്യ ലോകം ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ICC അനുകൂല തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും അവസാനം വന്നു, പവനായി, ശവമായി. പാകിസ്ഥാനെതിരെയുള്ള രണ്ടാമത്തെ ശവമായി. അതെ, അവസാനം കളിച്ച 28 ICC ടൂർണമെൻറ്റുകളിലെ ഒരു കണക്ക് ഇന്നത്തെ വിജയത്തിന് ശേഷം പുറത്തു വരികയുണ്ടായി. സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന എങ്കിൽ ചെറിയൊരു നിരാശ തോന്നുന്നൊരു കണക്കാണ്. അവസാനം കളിച്ച 28 ICC ടൂർണമെൻറ്റുകൾ, ICC മത്സരങ്ങളിൽ 26 എണ്ണത്തിൽ ജയം, ഒരു മത്സരത്തിൽ ഫലമില്ല, ഒരു തോൽവി. ആ തോൽവി പക്ഷേ ഫൈനലായി. ആ തോൽവി ഒരു ഫൈനലായിപ്പോയി. അത് എല്ലാവരുടെയും ഹൃദയം തകർത്ത ഒരു തോൽവി. എന്നിരുന്നാലും ആ 26 ജയത്തെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. വിന്നിംഗ് സ്ട്രിക്ക് എന്ന് തന്നെ പറയാം. ആ 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ആ തോൽവിക്ക് ശേഷം 2024 ചാമ്പ്യൻസ് ട്രോഫി, 2024 T20 ലോകകപ്പ്, 2025 ചാമ്പ്യൻസ് ട്രോഫി, ഇപ്പോൾ T20 ലോകകപ്പിലെ 3 മത്സരങ്ങൾ, ആദ്യത്തെ 3 മത്സരങ്ങളിലും ജയം. സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ക്യാപ്റ്റനായി. T20 ലോകകപ്പിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായപ്പോൾ നമ്മൾ വിജയിച്ചു. ചാമ്പ്യൻസ് ട്രോഫി രോഹിത് ശർമ്മയുടെ കീഴിൽ തന്നെ. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമ്മൾ വിജയക്കുതിപ്പ് തുടരുകയാണ്. അതായത് ക്യാപ്റ്റൻ വന്നു പോയിരിക്കും, ഇന്ത്യ തന്നെയാണ് എന്നുള്ളത് തെളിയിക്കും. സീനിയർ താരങ്ങൾ വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയ താരങ്ങൾ വരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ സമയത്ത് തന്നെ ഫോമിലേക്ക് വരുന്നു. അതായത് ഈ അടുത്ത സമയത്ത് തന്നെ ഓർമ്മയിൽ വരുന്ന 1-2 ഇന്നിങ്സുകൾ. ഒന്ന് തിലക് വർമ്മയുടെ ഇന്നിങ്സ് ഏഷ്യ കപ്പ് ഫൈനൽ, പിന്നെ ഒന്ന് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ ഇന്നിങ്സ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. അതായത് ആ ഒരു വളരെ ഈസി ആയിട്ട് വാഷിംഗ്ടൺ സുന്ദർ അന്ന് ഇന്ത്യ വിജയത്തിലെത്തിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലെ ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ്, നമ്മളൊരു ബോളിംഗ് ഫ്രണ്ട്ലി പിച്ചിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം നടന്നത്. ഇഷാൻ കിഷൻ അവിടെ വളരെ ഈസി ആയിട്ടൊരു ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുന്ന പോലെ കളിച്ചു. പാകിസ്ഥാൻ സ്പിന്നർമാരെ ശരിക്കും പറഞ്ഞാൽ നിഷ്പ്രഭമാക്കിയുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതിലൊരു നമുക്കിപ്പോഴും ഈ ഒരു വിജയ കുതിപ്പ് തുടരുമ്പോഴും നമ്മളിപ്പോൾ ചെറിയ ആശങ്ക ഉണ്ടാകുന്നത് പൊതുവെ ബൗളിങ്ങിലാണ്. അതായത് പുതിയ താരങ്ങളുടെ ഉയർന്നു വരവിൽ കുറച്ച് അങ്ങനെ പഴയതുപോലെ ഒരു ഘട്ടത്തിലുണ്ടായ ഒരു പേരുകളൊന്നും നമ്മളങ്ങനെ പുതുതായിട്ട് കേൾക്കുന്നില്ല. നേരത്തെ തുടക്കത്തിൽ ഇന്ത്യക്ക് ഉള്ള അവസ്ഥയെന്ന് വെച്ചാൽ ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു. ഫാസ്റ്റ് ബോളേഴ്സ് അല്ല, മീഡിയം പേസർമാരായിരുന്നു. അന്ന് പന്തിൻ്റെ തിളക്കം പോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന പേസർമാർ എന്നുള്ള നിലയിൽ മാത്രമായിരുന്നു, മീഡിയം പേസർമാർ എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത്. അതായത് സ്പിന്നർമാരായിരുന്നു ഇന്ത്യയുടെ ശക്തി. അതിനുശേഷമായിരുന്നു കപിൽ ദേവിൻ്റെ വരവും. അത് പിന്നെ ഇങ്ങോട്ട് സഹീർ ഖാൻ, അങ്ങനെ ഇഷാന്ത് ശർമ്മ, ശ്രീശാന്ത് തുടങ്ങിയ വീണ്ടുമുണ്ട് ഒരുപാട് പേരുകളുണ്ട്. ഒടുവിൽ ജസ്പ്രീത് ബുംറയിൽ എത്തി നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ അർഷദീപ് ഉണ്ട്, അല്ലെങ്കിൽ സിറാജുണ്ട്, സമീണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഉണ്ടെങ്കിലും പുതിയ തലമുറയിൽ ബോളർമാർ പുതിയ ഒരു പേരുകൾ കേൾക്കുന്നില്ല എന്നുള്ളതൊരു സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. അതേസമയം ബാറ്റർമാർക്ക് ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ ബാക്കപ്പ് ഒരു പ്ലേയേഴ്സ്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദ്, പിന്നെ യശസ്വി ജയ്സ്വാൾ, ഇങ്ങനെ കുറേ പേര് പുറത്തിരിക്കുക. അതായത് ലോകത്തിലെ ഏതൊരു ടീമിലും ആദ്യത്തെ 11 ഉണ്ടാകുന്ന ഉറപ്പുള്ള ഒത്തിരിയധികം താരങ്ങൾ ഇന്ത്യയുടെ ബെഞ്ചിലിരിക്കുകയാണ്. ചിലർക്ക് ബെഞ്ചിൽ പോലും സ്ഥാനമില്ല. അത്രമാത്രം നമ്മുടെ ബാറ്റിംഗ് ശരിക്കും ബ്ലസ്ഡ് ആണ്. ഒത്തിരി മികച്ച താരങ്ങളുണ്ട്. ബോളിങ്ങിനും അത് ഉയർന്നു വരട്ടെ. ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലെ ആ വിജയത്തിന് ശേഷം വന്നൊരു കണക്കാണ്. അവസാനം പാകിസ്ഥാനെതിരെ കളിച്ച 10 മത്സരങ്ങളിൽ 9 എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചു. ഒരു മത്സരത്തിൽ ബലമുണ്ടായില്ല. ഇനി നമുക്ക് പഴയതുപോലെ ഈ പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തെ ഒരു റൈവൽറി എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? ശരിയാണ്. അങ്ങനെ അതൊരു പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു തുല്യ ശക്തികളുടെ, അല്ലെങ്കിൽ എപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്ന ശക്തികളുടെ പോരാട്ടം എന്നുള്ളത്, അതിനാണല്ലോ റൈവൽറി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അത് വളരെ മാറിയിട്ടുണ്ട്, വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും മൊത്തത്തിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, അത് ടെസ്റ്റിലായിക്കോട്ടെ, ഏകദിനത്തിലായിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ഇപ്പോഴും 88 കളിയിൽ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട്, 81 കളിയിൽ ഇന്ത്യ ജയിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോഴും പുറകിലാണ്. അതേസമയം അത് നേരത്തെയുള്ള കളികൾ, അതായത് നമ്മളത് മേക്കപ്പ് ചെയ്ത് വരികയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും ഒക്കെ T20 ഇന്ത്യയാണ് മുന്നിൽ, ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്നും പാകിസ്ഥാൻ തന്നെയാണ് മുമ്പിൽ. തീർച്ചയായിട്ടും.
എനിക്ക് തോന്നുന്നു പഴയ പോലെ ഒരു ടൂർണമെൻറ്റുകളൊക്കെ നേരെ ഉള്ളതുണ്ടായിരുന്നെങ്കിൽ ഈ കണക്ക് ഇന്ത്യ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മറികടക്കും. ഉറപ്പായിട്ടും. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഇവർ തമ്മിലുള്ള കളികൾ പലപ്പോഴും ഇല്ലല്ലോ, രണ്ടുപേരും തമ്മിലുള്ള ടൂർണമെന്റുകളില്ല. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ആ ലീഡിൽ നിലനിൽക്കുന്നു. പക്ഷേ അധികം താമസിക്കേണ്ട ഒരു 1-2 വർഷത്തിനകം ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വിജയം നേടുമെന്നുള്ളതിൽ സംശയമില്ല. കാര്യം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പിന്നിലായിരുന്നു. അതാണ് മാറ്റിമറിച്ച് ഇത്രയെത്തിയത്. കളികളില്ല, കളികൾ കുറവാണ്. 2000-ന് ശേഷം വളരെ ICC ടൂർണമെന്റുകൾ മാത്രമാണ് തീർച്ചയായിട്ടും, അല്ലാതെ ടൂർണമെന്റുകളില്ല. അതായത് 2000-ന് ശേഷം ഇങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടുതൽ കളിച്ചിരുന്നെങ്കിൽ, കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഈ ഒരു കളികൾ കുറഞ്ഞത്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം പാകിസ്ഥാനിൽ പോയി കളിച്ചു, മുൾട്ടാൻ സെവാഗിൻ്റെ മനോഹരമായ ഇന്നിങ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 2008-ലെ മുംബൈ ആക്രമണത്തോടു കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ കളികൾ പൂർണ്ണമായും നിന്നത്. അതായത് പിന്നെ ടൂർണമെൻറ്റുകൾ മാത്രമാണ്, ICC ടൂർണമെൻറ്റുകൾ മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ ഈ റെക്കോർഡ് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇന്ത്യ മുന്നിൽ. അതിനിടയ്ക്ക് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു കണക്കും കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയത് ഇഷാൻ കിഷനാണ്. ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് മാൻ ഓഫ് ദി മാച്ച്, രണ്ടാമത്തെ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ മാൻ ഓഫ് ദി മാച്ചായി, മൂന്നാം മത്സരത്തിൽ ഇഷാൻ കിഷൻ മാൻ ഓഫ് ദി മാച്ച് ആകുന്നു. ഒരു ടീം ഗെയിം, അതിൻ്റെ ഒരു എഫേർട്ട് നമുക്കത് ഈ 3 മത്സരങ്ങളിലും കാണാൻ സാധിച്ചു. 3 വ്യത്യസ്തമായ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ഒരാളെ ആശ്രയിക്കാതെ ഒരു ടീമായിട്ട് കളിക്കുന്നത് നമുക്ക് മുമ്പോട്ടുള്ള മത്സരങ്ങളിൽ വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ തന്നെ ഇഷാൻ കിഷന് വരുൺ ചക്രവർത്തി ഒക്കെ മത്സരം കൊടുത്തിരുന്നു. പക്ഷേ ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ് ഇന്നത്തെ ട്രാക്കിൽ, ഇന്നത്തെ അവസ്ഥയിൽ വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇഷാൻ കിഷന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത്. പക്ഷേ മറ്റുള്ള ആരും മോശമായിരുന്നില്ല, എല്ലാവരും നന്നായി തന്നെ കളിച്ചു. ബൂംറയുടെയും നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ ഒന്നും നമുക്ക് കാരണം ഹാർദിക് പാണ്ഡ്യ ഫസ്റ്റ് ഓവർ ഒരു വളരെ പ്രഷർ, ശരിക്കും ഒരു പ്രഷർ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ ഫസ്റ്റ് ഓവർ എറിയാൻ വരുന്നത്. 176 റൺസ് ജയിക്കാൻ മതി. നമ്മൾ ആദ്യമായിട്ടാണ് കൊളംബോയിൽ കളിക്കുന്നത് ഈ ടൂർണമെൻറ്റ് തുടങ്ങിയതിൽ. പിന്നെ പാകിസ്ഥാൻ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹം ആ സമ്പത്ത് ഒന്നും കാണിക്കാൻ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. ICC ടൂർണമെൻറ്റുകളിൽ കാണിക്കുന്ന ഈ ഒരു ആധിപത്യം, നേരത്തെ നമ്മൾ പറഞ്ഞ 28 മത്സരങ്ങൾ 26 ജയം, ഒരു തോൽവി, ഒരു മത്സരത്തിൽ ബലമില്ല. ഈ ഒരു മൊമെൻറ്റം നമുക്ക് ഈ വർഷത്തെ T20 ലോകകപ്പിൽ 2027 നമ്മളെ കാത്തിരിക്കുന്ന ഏകദിന ലോകകപ്പ്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ 2023 ലോകകപ്പ് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു. നമുക്കത് കപ്പിനും ചുണ്ടിനും ഇടയിൽ കുറേ ദിവസം എടുത്തു അതിൻ്റെ ഒരു വിഷമം മാറാൻ. തീർച്ചയായിട്ടും നമുക്കത് നഷ്ടമായി. പക്ഷേ 2027 നമ്മുടെ 2 ലെജൻസ് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഈ 2 ലെജൻസിൻ്റെയും അവസാന ലോകകപ്പാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ അവസാനം ഏകദിന മത്സരവും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന മത്സരവുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനാൽ തന്നെ അവർ ആ കപ്പ് ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ കോഹ്ലി ഏകദിന ലോകകപ്പ് നേടിയ താരമാണ് 2014 ഏകദിന. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് ആ ഏകദിന ലോകകപ്പ് എന്ന് പറയുന്ന ഒരു കിരീടം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിന്നിങ് മൊമെൻറ്റം നമ്മൾ തുടരുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫോമിൽ നമുക്കത് സാധിക്കും. പക്ഷേ അതിനിടയിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ മറികടക്കേണ്ടതുണ്ട്. നമ്മൾ ജസ്പ്രീത് ബൂമറയും മുഹമ്മദ് സിറാജിനെയും ഒക്കെ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ ബോളിംഗിൽ കൂടുതൽ ബൗളർമാർ ഒത്തിരിയധികം പേരുകൾ ഉയർന്നു വരും. നമുക്ക് സ്പിന്നർമാർ എന്തായാലും ഒത്തിരിയധികം പേരുകളുണ്ട്. നമ്മുടെ കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ ഒത്തിരി സ്പിന്നർമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്പിന്നർമാർ ഉയർന്നു വരുന്നുണ്ട്, പക്ഷേ പേസർമാർ ഉയർന്നു വരുന്നവർ കുറവാണ്. ഉയർന്നു വരുന്നുണ്ട്, അവർക്ക് വിക്കറ്റുകൾ കിട്ടുന്നുണ്ട്. 400 വിക്കറ്റ് 300 വിക്കറ്റൊക്കെ ഇട്ടവരുണ്ട്. പക്ഷേ പ്രശ്നം ഇവരുടെ സ്പീഡ് 140-ന് മുകളിൽ എറിയുന്നവർ വളരെ കുറവാണ്. അതെ, അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനോടൊപ്പം തന്നെ T20 എന്നുള്ള ആ ഒരു ഫോർമാറ്റ് വന്നതിന് ശേഷം ഇന്ത്യയുടെ ഏകദിനത്തിൽ ഉള്ള പ്രകടനം, ഡോമിനൻസ് അല്പം പിന്നോട്ട് വരുന്നുണ്ട്. അതായത് പ്രകടനം കുറയുന്നുണ്ട്. അതായത് ഈ T20 ലോകകപ്പ് 20 ഓവർ കളിയിൽ വരുന്നു, അടിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ്. അത് 20 ഓവർ 10 പേര് അല്ലെങ്കിൽ 7-8 ബാറ്റ്സ്മാൻമാരുണ്ടാവും, അല്ലെങ്കിൽ ഓൾറൗണ്ടർമാർ മതി. കാര്യം അങ്ങനെയാണ് നമുക്കറിയാം. പക്ഷേ 50 ഓവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രഷർ സിറ്റുവേഷനെ എങ്ങനെ നേരിടണം, അതായത് തുടക്കത്തിൽ വിക്കറ്റ് പോയാൽ എങ്ങനെ കളിക്കണം എന്നുള്ള, അതായത് സിംഗിൾ എടുത്ത് കൊണ്ടുപോകുന്ന ഓവറുകളുണ്ട്. അതൊന്നും ചെയ്യാൻ കഴിയാതെ പലപ്പോഴും പെട്ടെന്ന് തന്നെ ബാറ്റിംഗ്. കറക്റ്റാണ്. കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ തോൽവി ഏറ്റുവാങ്ങി, ഈ അടുത്ത് ന്യൂസിലൻഡിനോട് നമ്മൾ തോൽക്കുന്നു, ശ്രീലങ്കയോട് നമ്മൾ തോറ്റു,
ഇങ്ങനെ ഒത്തിരി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കണക്കുകൾ വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ T20യിലെ ഈ ഡോമിനൻസ് കാരണം നമ്മൾ ഇതാരും അധികം ശ്രദ്ധിക്കാതെ പോവുകയാണ്. പ്രത്യേകിച്ച് 2027 ഏകദിന ലോകകപ്പ് നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പം അതിലേക്ക് അങ്ങനെ ഒരു അതായത് ഏകദിന ലോകകപ്പ് കളിക്കുന്നത് അല്ലെങ്കിൽ ഏകദിനങ്ങൾ എങ്ങനെയാണ് കളിക്കുന്നത്, 50 ഓവർ മാച്ച് എങ്ങനെയാണ് കളിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യമായി ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. അതിന് ടെസ്റ്റിനെ പറ്റി നമുക്ക് പറയേണ്ട അതെ അതും ഇപ്പൊ ശരിക്കും നമ്മളൊരു എനിക്ക് വേറൊരു വീഡിയോ വരും. കാര്യം T20യിൽ മാത്രമാണ് ഈ ഡോമിനൻസ് ഇപ്പോൾ നമുക്കുള്ളത്. 2027 ഏകദിന ലോകകപ്പിന് തൊട്ടടുത്ത് നിൽക്കെ നമ്മളെ പേടിപ്പിക്കുന്ന മറ്റൊരു കണക്കിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിയുടെ, രോഹിത് ശർമ്മയുടെ അവസാന ഏകദിന ലോകകപ്പ് ആണ്. അതുപോലെ അവരുടെ ഏകദിന ലോകകപ്പിലെ അവസാന മത്സരങ്ങളാണ്. ഉയർന്നു വരുന്ന താരങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏകദിനത്തിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് T20യിലെ പോലെ ബിഗ് ഹീറ്റിംഗ് അല്ല. അത് ഈ പറഞ്ഞതുപോലെ തുടക്കം എങ്ങനെ കളിക്കണമെന്നും മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യണമെന്നും അവസാനം ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതും നമ്മുടെ പ്ലെയേഴ്സിന് മറന്നു പോയിരിക്കുന്നു. കാരണം ഈ T20 കാലഘട്ടത്തിൽ IPL കാലഘട്ടത്തിൽ എല്ലാവരും വേഗതയുടെ കാലഘട്ടമാണ്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ താരങ്ങൾക്ക് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് വിദേശ പിച്ചുകളിൽ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ഇപ്പം KL രാഹുൽ ആണെങ്കിലും ശ്രേയസ് അയ്യർ ആണെങ്കിലും ഋതുരാജ് ഗെയ്ക്വാദ് ആണെങ്കിലും ഒത്തിരി പേരുകൾ നമുക്കുണ്ട്. വിരാട് കോഹ്ലിക്ക് ശേഷം ബാറ്റൺ വാങ്ങേണ്ട ഗില്ലിൻ്റെ ഏകദിനത്തിലെ ഫോം വളരെ മികച്ചതായിരുന്നു. പക്ഷേ അതിനുശേഷം T20യിൽ അദ്ദേഹം ഒന്ന് ഡൗണായി. അതിനുശേഷം പൊതുവെ ഗില്ലിനെതിരെ ഒരു വിമർശന കാലഘട്ടം ഒക്കെ വന്നു. എങ്കിലും ഗില്ലെന്ന നായകനെ അതിലൊരു ടെക്നിക്കലി പെർഫെക്റ്റ് ബാറ്ററാണ് ഇനിയുള്ളവരിൽ ഗില്ലിൻ്റെ കീഴിലൊരു മികച്ച ടീം നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൽ 2027 ഏകദിന ലോകകപ്പിന് ശേഷവും നമ്മുടെ ടീം മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. KL രാഹുലിനും ശ്രേയസ് അയ്യരും ശുഭ്മാൻ ഗില്ലും ഇവരല്ലാതെ ഒരു ക്ലാസ് പ്ലെയറായിട്ട്, അതായത് ഒരു സമ്മർദ്ദഘട്ടം വന്നാൽ നിന്ന് വേണ്ട രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ആ രീതിയിൽ ജയിപ്പിക്കാൻ കഴിവുള്ള താരങ്ങളുടെ പേര് കുറവാണ്. ഇപ്പം ഋതുരാജ് ഗെയ്ക്വാദിന് ഒരു പരിധിവരെ അത് സാധിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. അവസരത്തിൽ അദ്ദേഹം തിളങ്ങുകയും ചെയ്യണം. പണ്ട് പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീം ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒരാളൊന്ന് ഔട്ട് ഓഫ് ഫോം തിലക് വർമ്മ ഉണ്ട്, ആ രീതിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് സൂര്യകുമാർ യാദവിനെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിനോട് പോകുമ്പോൾ പറയുന്നത് T20 ആണെന്ന് പറയണം. അഭിഷേക് ശർമ്മയെ നിലവിൽ നമുക്ക് ആ സാഹചര്യത്തിൽ അടുപ്പിക്കാൻ പോലും പറ്റില്ല. തീർച്ചയായിട്ടും. അങ്ങനെ ജയ്സ്വാളിനെ നമുക്ക് കൂട്ടാം. പക്ഷേ എങ്ങനെ അവസരം കൊടുക്കണം, എങ്ങനെ ഓരോരുത്തരും എങ്ങനെ ടീം സെറ്റായി, അതായത് 2027 ലോകകപ്പിന് മുമ്പേ ഏകദിന ലോകകപ്പ് കളിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ 50 ഓവർ മാച്ച് കളിക്കാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് ടീം സെറ്റായി വന്നില്ലെങ്കിൽ, അതും സീനിയർ പ്ലസ് ജൂനിയർ മിക്സ് ചെയ്തിട്ടുള്ള അതെ ആ കോമ്പിനേഷൻ മിക്സായി നല്ലൊരു പെർഫെക്റ്റ് ടീം വന്നില്ല എന്നുണ്ടെങ്കിൽ ലോകകപ്പ് നമുക്ക് അത്ര എളുപ്പമല്ല. അതെ, നമ്മുടെ 2023 തുടർച്ചയായിട്ട് 10 മത്സരങ്ങൾ ജയിച്ച അവസാന മത്സരം 2023 ടീമേ അല്ല ഇപ്പോഴല്ല. അവരുടെ പ്രായവും മുമ്പോട്ട് പോവുകയാണ്. 4 വർഷങ്ങൾ കഴിഞ്ഞു. തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഒത്തിരി വരാനുണ്ട്. എങ്കിലും നിലവിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും കണക്കുകളുമാണ് ഈ വർഷത്തെ ലോകകപ്പിൽ തീർച്ചയായിട്ടും ഉള്ളത്. ഇനി 2027 ലോകകപ്പിലും അതേ രീതിയിൽ ഈ വിന്നിംഗ് മൊമെന്റും അതെ ഒരുപാട് പേര് ഉയർന്നു വരട്ടെ, ഒരുപാട് പേര് സ്ഥിരത കണ്ടെത്തട്ടെ, നല്ല മത്സരങ്ങൾ ഉണ്ടാവട്ടെ, ഇന്ത്യ ജയിക്കട്ടെ.